ഹല്ലേലൂയ, സ്തോത്രം. ദൈവ തിരുനാമത്തിന് ഈ നല്ല പ്രഭാതത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ ഒരു നല്ല സത്യസുവിശേഷവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ സാവകാശം നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മെ രക്ഷിക്കുകയും നമ്മെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരന്മാരെ, ഇന്ന് ദൈവം തന്നിരിക്കുന്ന ആ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. ഇപ്രകാരമാണോ ദൈവം തന്നിരിക്കുന്ന ചിന്ത പങ്കുവയ്ക്കുന്നത്? സങ്കീർത്തനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മോട് സങ്കീർത്തനക്കാരൻ പറയുന്നു: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പാൻ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവന് ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പ്രിയ സഹോദരന്മാരെ, ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യന്മാർ എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. നാം ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോക യാത്രയിൽ നമ്മെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് പിശാച്. യേശു കർത്താവിൽ ആരംഭിച്ചിട്ട് യേശു കർത്താവിൽ അവസാനിക്കാതെ പോകുമ്പോൾ നമ്മെ വഴിവെച്ച് നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്ന ആ പിശാചിന്റെ ശക്തിയുടെ മുന്നിൽ ദൈവം പറയാണോ, നിങ്ങള് വഴി വെച്ച് നശിച്ചു പോയിരിക്കാൻ പുത്തനെ ചുംബിക്കുവാൻ. പ്രിയ സഹോദരന്മാരെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുക്കിയ രക്തം, അത് നമ്മൾ നശിച്ചു പോയിരിക്കാൻ വേണ്ടിയായി. അതിനാണ് നിങ്ങൾ കോപിച്ചിട്ട് വഴി വെച്ച് നശിച്ചു പോയിരിക്കാൻ പുത്തനെ ചുംബിച്ചുകൊള്ളാൻ. അപ്പൊ ആ കാൽവരി ക്രൂശിലേക്ക് ആ ഒഴുക്കിയ ആ ചോര അല്ലെങ്കിൽ രക്തം നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 91-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. തന്റെ ദൂതന്മാരോട് വരെ കൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. ദൈവമക്കളെ സംരക്ഷിക്കേണ്ട കടം ദൈവത്തിനുള്ളതാണ്. ഒരു സാത്താനും ഒരായുധമാക്കി നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരു സാത്താന്റെ അടിമയാക്കി ദൈവം നിന്നെ വെക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യന്യം ആശ്വസിപ്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഈ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴി വെച്ച് നശിച്ചു പോയിരിക്കാൻ പുത്തനെ ചുംബിച്ചു പോവുക. പ്രിയ സഹോദരന്മാരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ചെറിയ ആലോചന ദൈവം എനിക്ക് അന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.